വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്ത് നീൽ ചിത്രം സലാർ ഡിസംബർ 22-ന് വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു. പെട്ടെന്ന് ജിത്തു സാറിന്റെ ഫോണ് വരുന്നു, മോഹൻലാൽ സാർ ആണെന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞു, ജിത്തു സാർ ഞാൻ റെഡിയാണ്, ഐ എം ഫ്രീ, യുവർ ഡേറ്റ്സ് പ്ലീസ്. ലാലേട്ടന്റെ തിരിച്ചുവരവെന്ന് പറഞ്ഞാണ് എല്ലാവരും ആഘോഷിക്കുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ മേ ബി ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് കാണുമ്പോ ഇറ്റ് ഓൾസോ കുഡ് ബി മോഹൻലാൽ സാറുടെ സീരീസ് ഓഫ് ഫിലിംസ് ഇറ്റ് മേ നോട്ട് ഹാവ് ഹിറ്റ് വെൽ വിത്ത് ദി ഓഡിയൻസ് ബിഫോർ. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മോഹൻലാൽ സർ സ്ക്രീനിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ഹീസ് എ കംപ്ലീറ്റ് ആക്ടർ. ആ ടൈമിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ടൈമില് ജവാൻ റിലീസായിരുന്നു. അപ്പൊ സാർ പറഞ്ഞു ജവാൻ കണ്ടു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ അങ്ങനെ ജവാനിന്റെ കുറിച്ച് ഞങ്ങൾ കുറെ അങ്ങനെ സംസാരിച്ചു. We finished off a combination 6 days of work ആയിരുന്നു together ആ കോർട്ട് റൂമിന്റെ ഉള്ളിൽ. ഈവൻ സർ വാസ് സേയിങ്, അയ്യോ ഫിനിഷ് കഴിഞ്ഞോ, അയ്യോ ഇനി പ്രിയാമണി കാണില്ലേ. എനിക്ക് ക്യാരക്ടർ ഇത്രേ ഉള്ളൂ ഇൻ ദ കോർട്ട് റൂം ഓബ്വിയസ്ലി. അപ്പൊ ജിത്തു സാറും വിളിച്ചു ഇങ്ങനെ, അയ്യോ ജിത്തു കഴിഞ്ഞോ, കോമ്പിനേഷൻ ഇനി ഇല്ലേ, അയ്യോടാ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഹീസ് എക്സ്ട്രീംലി ഇപ്പൊ രണ്ട് ലെജൻഡ്സിന്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ കൂടെ ആണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും രണ്ടുപേരും രണ്ട് ലെജൻഡ്സ് ആണ്. മമ്മൂട്ടി സർ പ്രാഞ്ചേട്ടന്റെ ടൈമില് എന്താ പറയാ, സോ റെസ്പെക്ട്ഫുൾ, തൃശ്ശൂർ സ്ലാങ് ഒക്കെ ഭയങ്കരമായിട്ട് സാർ എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തു തന്നു. ആൻഡ് എസ്പെഷ്യലി ആ ചവിട്ടുന്ന സീനൊക്കെ എന്റെ കുറെ പ്രാവശ്യം പെർമിഷൻ ചോദിച്ചതാണ്. ലൈറ്റ് ആയിട്ട് ഞാൻ തള്ളും, ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ചവിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സർ ചെയ്തോളൂ. അങ്ങനെ ഞാൻ ചെയ്യാറില്ല, ഐ ജസ്റ്റ് ടച്ച്. സെറ്റ് ആണെങ്കിലും ഐ തിങ്ക് അവരുടെ ഈ സെറ്റപ്പ് ഓഫ് ദ കോർട്ട്, ദ ജഡ്ജ്, ലോയേഴ്സ്, ദി അക്യൂസ്, ദ ഫ്രണ്ട്സ്, നിന്ന് വേ ജിത്തു സർ അത് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു വീക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പൊ മാം ഒരു അഡ്വക്കേറ്റ് ആണ് എങ്കിൽ ഇതിൽ ആരുടെ അഡ്വക്കേറ്റ് ആയിട്ട് വരും? It depends, because ipo chalapam we can be a defense lawyer, we can be a prosecutor. Case I would have loved to be a prosecutor as well, but Jittu sir wanted me to be a defense lawyer. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എന്താ പറയാ, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നായികയാണ് എന്റെ കൂടെ ഉള്ളത്. പക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചെറിയ വിഷമം എനിക്കുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഹീറോയിൻ ആണ് പ്രിയമണി മാം. വെൽക്കം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. പക്ഷെ നേരിൽ കാണാൻ പറ്റുന്നത് മിസ് ചെയ്തു കേട്ടോ. അത് കുഴപ്പമില്ല, പിന്നെ when I come back to India നമുക്ക് നേരിൽ കാണാം. ഡെഫിനറ്റ്ലി. അപ്പൊ നേരാണ് ഇപ്പൊ എല്ലാരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അതിലും ലാലേട്ടന്റെ തിരിച്ചുവരവെന്ന് പറഞ്ഞാണ് എല്ലാരും ആഘോഷിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒന്നും ഉണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ മേ ബി ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് കാണുമ്പോ ഇറ്റ് ഓൾസോ കുഡ് ബി മോഹൻലാൽ സാറുടെ എന്താ പറയാ സീരീസ് ഓഫ് ഫിലിംസ്, അത് ചിലപ്പം ഓഡിയൻസിന്റെ മനസ്സിൽ അത്ര ഇറ്റ് മേ നോട്ട് ഹാവ് ഹിറ്റ് വെൽ വിത്ത് ദി ഓഡിയൻസ് ബിഫോർ. പക്ഷെ ഇപ്പോ നേര് തൊട്ട് ഐ തിങ്ക് ഹീസ് ബാക്ക് അഗൈൻ. അപ്പൊ കുറെ പേര് എന്നെ മെസ്സേജ് ചെയ്ത് they're saying the dialogue, നിങ്ങൾ പറഞ്ഞ ഡയലോഗ്, I'm glad you're back, that has resonated with all of us എന്ന് പറഞ്ഞു. So I think I'm happy that, but എനിക്ക് പേഴ്സണലായിട്ട് because I'm a big മോഹൻലാൽ sir fan, സാറുടെ കുറെ obviously പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഓഫ് ലേറ്റ് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ I can figure out what the audience is saying and I'm happy that he's back. നമ്മൾ മലയാളി പ്രേക്ഷകരെയൊക്കെ മറന്നോ? ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ഭയങ്കര സജീവമായിട്ട് വേഗം പോകുന്നു. നമ്മൾ മലയാളികളെ വേണ്ടേ? മറന്നോ? എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് വേണം. ഞാൻ എന്റെ കരിയർ 2004 ഞാൻ സ്റ്റാർട്ട് ചെയ്തു വിത്ത് സത്യം. ഐ തിങ്ക് 3 or 4. 2003. സോ ആ ടൈമിൽ ഞാൻ സത്യം സ്റ്റാർട്ട് ചെയ്തു. അപ്പോ എനിക്ക് തീർച്ചയായിട്ടും മലയാളീസ് ആർ എക്സ്ട്രീംലി ക്ലോസ് ടു മൈ ഹാർട്ട്. പക്ഷെ ഓഫ് ലേറ്റ് യെസ്, ഞാൻ വേറെ ഇൻഡസ്ട്രിയിൽ ബിസി ആയിരുന്നു. അതിന്റെ ഒരു കാരണമായിരുന്നു that I couldn't accept some മലയാളം ഫിലിംസ്. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറെ മലയാളം ഓഫേഴ്സ് എനിക്ക് കുറെ കിട്ടി. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അതും ഒരു കാരണം ആയിരുന്നു. പക്ഷെ ഐ എം ഹോപ്പിംഗ് ഇപ്പൊ നേര് കഴിഞ്ഞിട്ട് ഐ എം ഹോപ്പിംഗ് I'll be getting more offers. യെസ്, നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വല്ലപ്പോഴും കുറച്ച് ഗ്യാപ്പ്, വല്ലപ്പോഴും ഞാൻ പറയല്ല, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് മലയാളം മൂവീസ് ചെയ്യുന്നതെങ്കിലും എല്ലാവർക്കും ഭയങ്കര എന്താ പറയാ, കുറെ അത്രയും ഗ്യാപ്പ് തോന്നാത്തതുപോലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നിട്ടായിരിക്കും ആ ഒരു ഗ്യാപ്പ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ചൂസ് ചെയ്തെടുക്കുന്നതാണോ? ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നെ വേണം, അങ്ങനെ സബ്ജക്ട് തന്നെ വേണം എന്ന് അങ്ങനെ ചൂസ് ചെയ്യുന്നതാണോ? എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്ക്രിപ്റ്റ് ആണ്
ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടമായാൽ അതിൽ എന്റെ ക്യാരക്ടർ എന്താണ് എനിക്ക് അത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയാൽ മാത്രം ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. വെൻ ഇറ്റ് കെയിം ടു നേര് എല്ലാം ആക്ച്വലി വളരെ പെട്ടെന്നായിരുന്നു. ബിക്കോസ് ഞാൻ വേറെ 2 പടങ്ങളുടെ ഷൂട്ടിന്റെ ഇടയ്ക്കായിരുന്നു. പെട്ടെന്ന് ജിത്തു സാറിന്റെ ഫോണ് വരുന്നു. ബിക്കോസ് ആക്ച്വലി സ്പീക്കിംഗ് ജിത്തു സാർ എന്താ പറയാ എന്റെ ഒരു തമിഴ് പടത്തിന്റെ ഒരു പോസ്റ്റർ ലോഞ്ച് ചെയ്തിരുന്നു ഓൺ ഹിസ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ. അത് ഞാൻ റീഷെയർ ചെയ്തു ആസ് എ സ്റ്റോറി ആൻഡ് ആസ് എ താങ്ക് യു സർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പെട്ടെന്ന് ജിത്തു സാർ എന്നെ വിളിക്കുന്നു. പിന്നെ ഇങ്ങനെ ഞാനൊരു പടം ചെയ്യുന്നു, അത് മോഹൻലാൽ സർ ആണെന്നൊക്കെ പറയുന്നു. പിന്നെ ഐ സെഡ് ഇമ്മീഡിയറ്റ്ലി യെസ് സർ ഞാൻ ചെയ്യാം. ഫസ്റ്റ് എനിക്ക് കഥ ഒന്നും പറഞ്ഞില്ല. പ്രിയാമണി ഫ്രീ ആണോ ഈ ഡേറ്റ്സിൽ? അപ്പൊ ഞാൻ പറഞ്ഞു സർ എനിക്ക് ഈവനിങ് വരെ ടൈം തരൂ സർ. ബിക്കോസ് ആ ടൈമിൽ എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ഐ ഹാഡ് എ നൈറ്റ് ഷൂട്ട്. അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ മാനേജറിനെ വിളിച്ച് മാനേജർ അവിടെ വരുത്തി. മാനേജറായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മോഹൻലാൽ സാറിന്റെ കൂടെ ഒരു പടമുണ്ട്, ജിത്തു ജോസഫ് സർ ആണ് ഡയറക്ടർ. സോ എങ്ങനെയാണെങ്കിലും എനിക്ക് കോമ്പിനേഷനിൽ എനിക്കൊരു പടം എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മറ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പടത്തിന്റെ ഡേറ്റ്സ് ഒക്കെ ഞാൻ മാറ്റി. ഐ അഡ്ജസ്റ്റഡ് ദാറ്റ് and they were quite nice enough to adjust it for me. ചെയ്ത് ഞാൻ പെട്ടെന്ന് ഞാൻ ജിത്തു സാറായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു ജിത്തു സാർ ഞാൻ റെഡിയാണ്, ഐ എം ഫ്രീ ഇൻ യുവർ ഡേറ്റ്സ് പ്ലീസ്, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. I was on board. ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്ററിലാണെങ്കിലും ശരി, നേരിലാണെങ്കിലും ശരി, ലാലേട്ടനുമായിട്ടൊരു എന്താ പറയുക സമാധാനമായിട്ടൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റാത്ത ഒരാളായി പോയി. അതെങ്ങനെ ഡയറക്ടേഴ്സ് മനപൂർവ്വം ചെയ്യുന്നതാണ്. അതില് ഏതോ ഒരു we had a difference. അപ്പോ അതില് അങ്ങനെ പക്ഷെ ഇതില് we were just friends and അങ്ങനെ മോഹൻലാൽ സാറിന്റെ വഴി ഞാൻ എന്റെ വഴി. അല്ല രണ്ടാണെങ്കിലും ഒരു ഒന്നിച്ച് നിങ്ങളെ ഞങ്ങൾക്ക് ഒരു സമാധാനപരമായിട്ടൊരു കാണാൻ പറ്റില്ല. ഹോപ്പ്ഫുള്ളി പടം വന്നാൽ തീർച്ചയായിട്ടും. ഇപ്പൊ ലാലേട്ടന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ലാലേട്ടൻ മീശ പിരിക്കുന്ന ഒരു മാസ് ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മാമിന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയുള്ള ലാലേട്ടൻ ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് മോഹൻലാൽ സർ സ്ക്രീനിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഇഷ്ടമാണ്. ആൻഡ് ഞാൻ എപ്പോഴും ഈ ഒരു കാര്യം ഞാൻ പറയാറുണ്ട്, ദാറ്റ് ഹീസ് എ കംപ്ലീറ്റ് ആക്ടർ. അത് ഏത് റോൾ ആയാലും അത് ഏത് ലാംഗ്വേജിലായാലും, നോട്ട് ഓൺലി ഇൻ മലയാളം, ഹീസ് ഡൂയിങ് സോ ബ്യൂട്ടിഫുള്ളി ഈവൻ ഇൻ തെലുങ്ക്. ഇപ്പൊ പാൻ ഇന്ത്യൻ മൂവി ഒക്കെ ചെയ്യുന്നുണ്ട്. സോ ഐ എം സോ ഹാപ്പി ദാറ്റ് ഫൈനലി മോഹൻലാൽ സർ, I mean, he is a complete actor. The entire India knows who he is. But I'm so happy that ipo Mohanlal sir pan-Indian projects in cheyyunnundu. So they all know, they will all see his work and know. I mean, a lot more people. Industry in the people matram allade audience, not only Malayalis, but the others also Mohanlal sir kandittu. I'm sure they like his work and I'm sure his fan following will just become bigger and better. മാമിന് ഇഷ്ടമുള്ള ഒരു ലാലേട്ടൻ പടം പറയാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഏതായിരിക്കും? കുറേ ഉണ്ടാവും, എന്നാലും ഒരു പെട്ടെന്ന് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? കുറേ ഉണ്ട്. എനിക്ക് ഹിസൈനസ് അബ്ദുള്ള ഉണ്ട്, ലാൽ സർ ചെയ്ത് മോഹൻലാൽ സർ ചെയ്ത് മണിച്ചിത്രത്താഴ് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് such actors. ഏത് റോള് അതിപ്പോ ചിലപ്പം ഇറ്റ് ക്യാൻ ബി എ ബിഗ് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് റോൾ ആവാൻ സാധ്യതയുണ്ട്, ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇപ്പൊ മണിച്ചിത്രത്താഴ് പോലെ ഹിസ് മോഹൻലാൽ സാറിന്റെ എൻട്രി ജസ്റ്റ് ബിഫോർ ഇന്റർവെൽ ആയിരുന്നു. ആൻഡ് അത്ര അങ്ങനെ പടം ആസ് എ ഹോൾ അങ്ങനെ കാണുമ്പോ മോഹൻലാൽ സാറിന്റെ ക്യാരക്ടർ അത്ര പ്രാധാന്യമല്ല. പക്ഷെ എന്നാലും ഏതോ there is something he adds some sir a ഒരു nuance he adds or a finesse he adds in that character and that lasts with you. Ipo നേര് I had the opportunity to see him at work again. ഗ്രാൻഡ് മാസ്റ്റർ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ദ ഹോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് ഐ സെഡ്, ഓ മൈ ഗോഡ്, ഇത്ര ഒരു സട്ടിൽറ്റി, ഇത്ര ഒരു നാച്ചുറൽ ആക്ടിങ് സർ കൊണ്ടുവന്നിട്ടുണ്ട് ഇൻ ദാറ്റ് ക്യാരക്ടർ. പിന്നെ ഇപ്പം നേര് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇന്നും കണ്ടിട്ടില്ല. പക്ഷെ ഐ എം ഹിയറിംഗ് such wonderful news about him, about his acting, especially about Anaswara. She's ellarum പറയുന്നുണ്ട് that she is brilliant, she is the backbone of the film. And ഇത് കണ്ട് കേട്ട് എനിക്കിങ്ങനെ കൊതി തോന്നുന്നു. I just want to go and see. But the moment I get the theater list, തീർച്ചയായിട്ടും ഞാൻ പോയി കാണും. ഇല്ലെങ്കിൽ very soon I'll be going to Dubai also. So ദുബായിൽ എന്തായാലും ദുബായിലുണ്ട്, ഇവിടെ ഇല്ലെങ്കിലും ദുബായിലുണ്ട്. So I'll definitely go and watch it there for sure.
ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ ഇന്ന് നേരിലേക്ക് എത്തുമ്പോ എന്ത് ഡിഫറൻസ് ആണ് ലാലേട്ടനിൽ ഫീൽ ചെയ്യണത്? അത് സാർ അടുത്ത് ചോദിക്കണം. എനിക്ക് അങ്ങനെ ഫീലിംഗ് ഒന്നും തോന്നിയില്ല. ഹീസ് പ്രിറ്റി മച്ച് ദ സെയിം, വെരി സ്വീറ്റ്, വെരി ഡൗൺ ടു എർത്ത്. ആ ടൈമില് ഞങ്ങൾ ഷൂട്ട് ചെയ്ത ടൈമില് ജവാൻ റിലീസ് ആയിരുന്നു. അപ്പൊ സാർ പറഞ്ഞു ജവാൻ കണ്ടു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറെ അങ്ങനെ ജവാനിന്റെ കുറിച്ച് ഞങ്ങൾ കുറെ അങ്ങനെ സംസാരിച്ചു. പക്ഷെ സാർ കാണുമ്പോൾ ഹീ സ്റ്റിൽ ജസ്റ്റ് ദ സെയിം, fun loving, very very casual, very very down to earth, very sweet. And ഞങ്ങളുടെ വർക്കും ആക്ച്വലി ഭയങ്കര എല്ലാം അങ്ങനെ ഭയങ്കര പെട്ടെന്ന് വി ഫിനിഷ്ഡ് ഓഫ് ആ കോമ്പിനേഷൻ. 6 days ഓഫ് വർക്ക് ആയിരുന്നു ടുഗദർ ആ കോർട്ട് റൂമിന്റെ ഉള്ളിൽ. അപ്പൊ അങ്ങനെ ശർവടയെന്ന് എല്ലാം പെട്ടെന്ന് അങ്ങനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ 6 days എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഫിനിഷ് ചെയ്തു. അങ്ങനെ അയ്യോ ഫിനിഷ് ചെയ്തു, കോമ്പിനേഷൻ ഫിനിഷ് ചെയ്തു. ഈവൻ സർ വാസ് സേയിങ് അയ്യോ ഫിനിഷ് കഴിഞ്ഞോ, അയ്യോ ഇനി പ്രിയാമണി കാണില്ലേ. എനിക്കറിയില്ല ക്യാരക്ടർ ഇത്രേ ഉള്ളൂ ഇൻ ദ കോർട്ട് റൂം ഓബ്വിയസ്ലി. അപ്പൊ ജിത്തു സാറും വിളിച്ചു ഇങ്ങനെ അയ്യോ ജിത്തു കഴിഞ്ഞോ, കോമ്പിനേഷൻ ഇനി ഇല്ലേ, അയ്യോടാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഹീസ് എക്സ്ട്രീംലി സ്വീറ്റ്. ഗോഡ് ബ്ലെസ് ഹിം. ഇപ്പൊ ജവാനിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു മാം ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ. ഇതുപോലെ എന്തെങ്കിലും ഒരു സർപ്രൈസ് മൂവീസ് ഇനി വരാനുണ്ടോ? കുറെ ഉണ്ട്. എല്ലാം സർപ്രൈസ് ആണ്. എല്ലാം സർപ്രൈസ് ആണ്. അല്ല ആക്ച്വലി ഒരു പടം സർപ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സംസാരിക്കാൻ ഇനി കുറച്ചുകൂടെ ടൈം വേണം. ബിക്കോസ് ഇറ്റ്സ് എ ലിറ്റിൽ ടു സൂൺ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ അതല്ലാതെ എന്റെ ഒരു തമിഴ് പടം റിലീസ് ചെയ്യാൻ റെഡിയാണ്, കോൾഡ് QG. പിന്നെ there is a തെലുങ്ക് പടം കോൾഡ് ഭാമകലാപം. അതിന്റെ ഒരു സീക്വൽ ആണ് ഞങ്ങൾ ഇപ്പോ ഷൂട്ട് ചെയ്തത്. അതിപ്പോ ഗോയിങ് ടു റിലീസ് ഐ തിങ്ക് ഫെബ്രുവരിയില്. പിന്നെ ഹിന്ദിയിലെ മേദാൻ ഉണ്ട് വിത്ത് അജയ് സർ. അതും ഞങ്ങൾ ആക്ച്വലി വെൻ വി വർ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് മൈ ഹസ്ബൻഡ് ആൻഡ് ഞങ്ങൾ ലാസ് വേഗസിലായിരുന്നു. അപ്പൊ ബോണി കപൂർ സർ ിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ സൈഡ് അതിന്റെ അപ്ഡേറ്റ് ഇറ്റ്സ് ഗോണ ഹാപ്പൻ വെരി സൂൺ എന്ന് പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രോജക്റ്റിന്റെ കുറിച്ച് ഐ ഹാവ് ടു ടോക്ക് ഓൺലി വെൻ ഇറ്റ്സ് ക്ലോസർ ടു റിലീസ്. സൽമാൻ ഖാൻ, ഋത്തിക് റോഷൻ, രജനികാന്ത്? അയ്യോ തൽക്കാലം ഇല്ല. പക്ഷെ വന്നാൽ തീർച്ചയായിട്ടും ഐ ഡെഫിനറ്റ്ലി ഐ വുഡ് ലവ് ടു ഡു. ആൻഡ് മലയാളത്തിൽ ഏതാ സർപ്രൈസ് ഞങ്ങൾക്ക് വേണ്ടി ഇനി വരാൻ പോകുന്നത്? ഞാൻ ആക്ച്വലി ഇപ്പോ 2 weeks ബാക്ക് ഞാനൊരു സ്റ്റോറി ഞാൻ കേട്ടു. അതിന്റെ അപ്ഡേറ്റ് എനിക്കിന്ന് അറിയില്ല. പക്ഷെ വൺസ് ഐ ഗെറ്റ് ടു നോ ഐ ഡെഫിനറ്റ്ലി മേക്ക് ആൻ അനൗൺസ്മെന്റ്. വി ആർ വെയിറ്റിംഗ് ആക്ച്വലി. ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് മാമിനെ. അപ്പം ഒരുപാട് ഗ്യാപ്പ് എടുക്കാണ്ട്. ഞാനും മലയാളം ഇൻഡസ്ട്രി ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. സോ ഹോപ്പിംഗ് മാനിഫെസ്റ്റ് ചെയ്തോളൂ. പ്ലീസ് പ്രേ ദാറ്റ് ഐ ഗെറ്റ് സം ഗുഡ് പ്രോജക്റ്റ്. യെസ് ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു എന്താ പറയാ മാമിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ ഭയങ്കരമാണ്. ഞങ്ങൾക്ക് എല്ലാവരും അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പൊ 2 ലെജൻഡ്സിന്റെ കൂടെ ആക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രാഞ്ചേട്ടനാണെങ്കിലും ശരി, ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ആണെങ്കിലും മമ്മൂക്കയുടെ കൂടെ ആണെങ്കിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മേജർ ഡിഫറൻസ് രണ്ടുപേരെ കുറിച്ചിട്ട് കേൾക്കാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് രണ്ടുപേരും 2 ലെജൻഡ്സ് ആണ്. ആൻഡ് അവരുടെ ബോഡി ഓഫ് വർക്ക്, അവരുടെ എക്സ്പീരിയൻസ് that they have throughout these years is something എനിക്ക് അങ്ങനെ വേർഡ്സിൽ പറയാൻ പറ്റില്ല. പക്ഷെ രണ്ടുപേരും they are doing so beautifully well. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മമ്മൂട്ടി സർ പ്രാഞ്ചേട്ടന്റെ ടൈമില് he was so എന്താ പറയാ he was so respectful and ഭയങ്കരമായിട്ട് എനിക്ക് ആ സ്ലാങ്, തൃശ്ശൂർ സ്ലാങ് ഒക്കെ ഭയങ്കരമായിട്ട് സാർ എനിക്ക് കുറെ ഹെൽപ്പ് ചെയ്തു തന്നു. ഇങ്ങനെ പറയണം, ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് എസ്പെഷ്യലി ആ ചവിട്ടുന്ന സീനൊക്കെ എന്റെ കുറെ പ്രാവശ്യം പെർമിഷൻ ചോദിച്ചതാണ്. ലൈക്ക് ഞാൻ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് ഞാൻ തള്ളും, ഞാൻ ഫുൾ ആയിട്ട് ഞാൻ ചവിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല സർ ചെയ്തോളൂ. അങ്ങനെ ഞാൻ ചെയ്യാറില്ല, ഐ ജസ്റ്റ് ടച്ച്. പക്ഷെ അങ്ങനെ പ്രിയ അങ്ങനെ യു ക്യാൻ സിങ്ക് ഇറ്റ് വിത്ത് ദ ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എനിക്ക് അങ്ങനെ കുറെ ഹെൽപ്പ് ചെയ്തു. പത്മശ്രീ പത്മശ്രീ ആ ഒരു പേര് ഞങ്ങൾ ആരും മറക്കില്ല. പത്മശ്രീ വന്നോ? അതെ. ഈവൻ മോഹൻലാൽ സർ ഓൾസോ അങ്ങനെ എനിക്ക് സജസ്റ്റ് ഒന്നും ചെയ്തില്ല. മോഹൻലാൽ സാറിന്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ എം നോട്ട് സെയിങ് മമ്മൂട്ടി സർ അങ്ങനെയല്ല. പക്ഷെ മോഹൻലാൽ സർ ത്രൂ ഈവൻ ഗ്രാൻഡ് മാസ്റ്റർ ആൻഡ് നേര് ഐ തിങ്ക് സാറിന്റെ ഇതിന് കുറച്ച് ഇറ്റ് മോർ ലൈക്ക് എ ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ എങ്ങനെ ഡയലോഗ് പറയുന്നു അതിന്റെ ഇതില് ഹി വിൽ go ahead with it or vice versa. So basically it's like a give and take. It was like a give and take. പക്ഷെ I'm just fortunate that എനിക്ക് 2 ലെജൻഡ്സിന്റെ കൂടെ അഭിനയിക്കാൻ എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. Here's hoping for more. അത്രേ ഉള്ളൂ. യെസ്, അതിന് നമ്മൾ മലയാളം സിനിമകളില് അതും എല്ലാവരും കൗണ്ട് ചെയ്യുമ്പോ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഇപ്പൊ 3 ഫിലിംസ് ആണത്.
ഇപ്പൊ ലാലേട്ടന്റെ കൂടെ ആണെങ്കിലും ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിലും നേരാണെങ്കിലും അതുപോലെ പ്രാഞ്ചേട്ടനാണെങ്കിലും മലയാളികൾ എല്ലാവരും അവരുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉള്ള പടങ്ങളാണ്. അപ്പൊ എപ്പോഴും എന്ത് പറഞ്ഞാലും രണ്ടുപേരും കൂടെ അഭിനയിച്ച ഹിറ്റ് പടങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ 2 അതുപോലെ പരുത്തിവീരൻ 2 ഏതെങ്കിലും എക്സ്പെക്ട് ചെയ്യാം? അതെനിക്ക് എക്സ്പെക്ട് ചെയ്യാവോ? ഐ ഡോണ്ട് നോ, അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ ഐ ഡോണ്ട് നോ അബൌട്ട് പരുത്തിവീരൻ തോ. അതൊരു ക്ലാസിക് ആണ്. സോ അതിന്റെ 2 വരുമ്പോ ഞാൻ ഉണ്ടായില്ല. മുത്തഴക് ഇസ് ഓൾറെഡി ഡെഡ്. ഇനി അഥവാ ആൻഡ് വീര ഇസ് ഓൾസോ he's also in that zone എന്ന് പറയാം. In the end he goes mad or he's a little psychotic എന്ന് പറയാം. In the end he loses it. അപ്പൊ പരുത്തിവീരൻ 2 വരുവോ ഇല്ലയോ അതെനിക്ക് അറിയില്ല. വന്നാലും I don't think I would be a part of it because മുത്തഴക് is already dead. And ഇനി ചൈൽഡ്ഹുഡിന്റെ ഇതും പറയാൻ അതിന്റെ ഇതൊന്നും ഇല്ല. ബിക്കോസ് ചൈൽഡ്ഹുഡ് ത്രൂ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. ഗ്രാൻഡ് മാസ്റ്റർ 2 അതെനിക്കറിയില്ല. അത് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് ചോദിക്കണം. പക്ഷെ അന്ന് ഗ്രാൻഡ് മാസ്റ്റർ 2 ഉണ്ടെങ്കിൽ തന്നെയും ലാലേട്ടനെ പിന്നെയും പറ്റിക്കരുത് കേട്ടോ. ലൈക്ക് കേസൊന്നും അതിനകത്ത് അങ്ങനെ ചെയ്യരുത്. ട്രൈ ചെയ്യാം. അല്ല, കാരണം ഞങ്ങൾക്ക് ഈ അടുത്ത സിനിമയിലെങ്കിലും പ്രിയാമണി ലാലേട്ടൻ കോമ്പിനേഷൻ വരുമ്പോ അവര് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് വലിയ ആഗ്രഹം. ഫിംഗേഴ്സ് ക്രോസ്ഡ്. ഐ എം ഹോപ്പിംഗ് ടു. ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാവരും. മാമിന്റെ പുറകിലൊരു സൂപ്പർ ഹീറോ ഉണ്ടല്ലോ, ആരത്? പുറകിലൊരു സൂപ്പർ ഹീറോ. അത് ആക്ച്വലി അത് പേരങ്ങനെയൊന്നും ഒന്നുമില്ല. My husband went to ഒരു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. He went to this place called Midland, I think. So അവിടെ ബിസിനസിന്റെ I think that is their mascot or something. So ഒരു ബിസിനസിന്റെ so they partnered together. അപ്പൊ അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഇതായിട്ട് ഒരു മാസ്കോട്ട് തന്നു. So he placed it there. ഓക്കെ. ഇത് നേരിലാണെങ്കിലും ഗ്രാൻഡ് മാസ്റ്ററിലാണെങ്കിലും അഡ്വക്കേറ്റിന്റെ ക്യാരക്ടറാണ് ചെയ്തത്. പക്ഷെ ഗ്രാൻഡ് മാസ്റ്ററിൽ അത്രയും ഒരു കോർട്ട് സീൻസ് ഒക്കെ കുറച്ച് കുറവാണ് കമ്പയർ ടു ഗ്രാൻഡ് മാസ്റ്ററിൽ ആക്ച്വലി ഓൺലി മോൺടാജസിൽ അവർ കാണിച്ചിട്ടുണ്ട്. ഇത് ഈ സിനിമയിലാവുമ്പോഴത്തേക്കും പക്ഷെ ഒരുപാട് കോർട്ട് സീൻസ് ഉണ്ട്, ഡയലോഗ്സ്. ഇപ്പോ കുറച്ച് ലീഗൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ വേർഡ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഒക്കെ ചെയ്യേണ്ടത്. ആ ഒരു എക്സ്പീരിയൻസ് കോർട്ടിൽ പക്ക അതുപോലെ ഒരു ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു ഡയലോഗ് പഠിക്കുന്നതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ഒരു താങ്ക് യു എനിക്ക് ശാന്തി എടുത്ത് പറയണം. നമുക്ക് ശാന്തി ഹെർസെൽഫ് ഇസ് എ പ്രാക്ടീസിങ് അഡ്വക്കേറ്റ്. എനിക്ക് ആക്ച്വലി ജിത്തു സർ, ഞാൻ ലൊക്കേഷൻ വരുന്ന മുമ്പ് ബിഫോർ ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക്, ജിത്തു സർ ആക്ച്വലി എല്ലാം ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ജിത്തു സർ എനിക്ക് പറഞ്ഞു ഞാൻ പൂർണിമയുടെ ഡയലോഗ്സ്, ക്യാരക്ടേഴ്സ് നെയിം ഇസ് പൂർണിമ ഫോർ whoever haven't seen the film. അപ്പൊ പൂർണിമയുടെ ഡയലോഗ്സ് ഒക്കെ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട്, ആക്ച്വലി അത് മലയാളത്തിലായിരുന്നു. സോ ഐ കാൻറ്റ് റീഡ് മലയാളം. സോ അത് മംഗ്ലീഷിൽ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജിത്തു സർ എനിക്ക് ഇമെയിൽ അയച്ചു. അപ്പോ ഒന്ന് തൊട്ട് ഐ കെപ്റ്റ് റീഡിങ് ദ ഡയലോഗ്സ്. പക്ഷെ മോർ സോ ആ ഫാമിലിയുടെ ദാറ്റ് ഇസ് വിത്ത് സിദ്ദിഖ് സർ, ആ ഡയലോഗ്സ് ഒക്കെ ഞാൻ പഠിച്ചു. ബാക്കി ഡയലോഗ്സ് ഒക്കെ ഇറ്റ് വാസ് ആക്ച്വലി ഓൺ ദ സ്പോട്ട്. അപ്പോ ഞാൻ ലൊക്കേഷനിൽ വന്ന് അന്ന് രാവിലെ ഫസ്റ്റ് ഡേ ഐ സ്റ്റിൽ റിമെമ്പർ, ഭയങ്കര മഴയായിരുന്നു, ട്രിവാൻഡ്രത്തിലായിരുന്നു ഷൂട്ടിംഗ്, മഴയായിരുന്നു. അപ്പൊ എനിക്ക് ഡയലോഗ്സ് തന്നു. അപ്പൊ ഞാൻ AD എടുത്ത് പറഞ്ഞു, അസിസ്റ്റന്റ് ഡയറക്ടർ എടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറച്ച് ജസ്റ്റ് കീപ് റീഡിങ് ഇറ്റ് സോ ഐ ഗെറ്റ് ദ ഹാങ് ഓഫ് ഇറ്റ്. അപ്പൊ അങ്ങനെ പഠിച്ച് എനിക്ക് കുറെ ദ ഹാങ് ഓഫ് ദ വേർഡ്സ് അത് കിട്ടി. പിന്നെ ലൊക്കേഷൻ പോയിട്ട് അവിടെ ശാന്തി എന്റെ അടുത്ത് വന്ന് ഷീ സെഡ് ഇങ്ങനെ പറയണം, യു കെൻ ബി ലൈക്ക് ദിസ്, യു കെൻ, ഞങ്ങൾ ഇത് പറയുമ്പോ our hands are like this, we never judge എടുത്ത് പറയുമ്പോ we always face him, the body language എങ്ങനെയാണെന്ന് ശാന്തി കുറെ ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ആൻഡ് കുറെ ഡയലോഗ്സ് ഓൾസോ ഓൺ ദ സ്പോട്ട്. ഞാൻ ചോദിച്ചു അത് കുറച്ചെങ്കിലും എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? ഈ സെക്ഷനിൽ വേണ്ട, where you're going very technical, പക്ഷെ കുറെ ഇതില് യു ക്യാൻ, അതൊന്നും കുഴപ്പമില്ല. ആൻഡ് ഒരു പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചാൽ ശാന്തി ആൻഡ് വി ഹാഡ് an actual advocate on the set. സോ രണ്ടുപേരും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തു. എന്നെ മാത്രമല്ല, ഈവൻ സിദ്ദിഖ് സർ ആണെങ്കിലും മോഹൻലാൽ സർ ആണെങ്കിലും they kept asking like നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആണോ? ഇപ്പൊ ഒരു ഡിഫൻസ് കൗൺസിലർ ആണെങ്കിൽ നമുക്കിങ്ങനെ ഈ പോയിന്റ്സ് പറയുകയാണെങ്കിൽ, ഓർ റിയാക്ഷൻ, ജഡ്ജ് ഇത് പറയുമ്പോൾ ഒരു റിയാക്ഷൻ എങ്ങനെ വേണം. ആൻഡ് അത് അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് ഐ ഹാവ് ബീൻ പ്രിവി ടു എ ലിറ്റിൽ, ഐ ഹാവ് സീൻ ലോയേഴ്സ് എങ്ങനെയാണ്, അഡ്വക്കേറ്റ്സ് എങ്ങനെയാണ്, ബിക്കോസ് അവര് യു ക്യാൻ ബി ഫ്രണ്ട്സ് ഓഫ് ബിഫോർ ജഡ്ജ് വരുന്ന മുമ്പ് യു ആർ ഫ്രണ്ട്സ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജഡ്ജ് വന്ന് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ബി അത് കേസ് എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഹൗ യു ഹാവ് ടു ബി സോ കോൺഫിഡന്റ്. പോയിന്റ്സ് പ്രസന്റ് ചെയ്യുമ്പോൾ യു കനോട്ട് ഫോൾട്ട്. ലൈക്
you have to be ഇത് സോ അതൊക്കെ ഞാൻ കേട്ടു, ഞാൻ പഠിച്ചു. ആൻഡ് ഐ വാച്ച് എ ലോട്ട് ഓഫ് ഷോസ് ആണെങ്കിലും സീരീസ് ആണെങ്കിലും വിച്ച് പ്രോബബ്ലി ഇങ്ങനെ ലോയർ ബേസ്ഡും ആവാൻ സാധ്യതയുണ്ട്. സോ മേ ബി അതിന്റെ ഒരു എക്സ്പീരിയൻസും പറയാം. പക്ഷെ മൂവിയിൽ കാണുന്നതിനെക്കാട്ടിലും റിയൽ ആയിട്ടുള്ള കോർട്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ കുറെ മാക്സിമം ഈ കോർട്ടിന്റെ ഒരു ഇത് കൊണ്ടുവരാനും നേരെ ഫിലിം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് കാണുമ്പോഴത്തേക്കും ഒക്കെ എന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും ആ ഒരു സെറ്റാണെങ്കിലും ഐ തിങ്ക് അവരുടെ ഈ സെറ്റപ്പ് ഓഫ് ദ കോർട്ട്, the judge, lawyers, the accused, the victim, not the victim, the accused, the friends, ഇതെല്ലാരും അവരുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അവരുടെ the way ജിത്തു സർ അത് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആൻഡ് ഇറ്റ് വാസ് സോ റിയൽ ബിക്കോസ് ഞാൻ, as I said, I've seen a lot of, I've been privy to little, ഞാൻ just അങ്ങനെ കോർട്ട് പോയിട്ട് I've just seen like എങ്ങനെയാണ്, how are the lawyers presenting. പക്ഷെ when I went, they were all session courts ആയിരുന്നു. This is a district court. ഞാൻ പോയത് സെഷൻസ് ആയിരുന്നു. സോ സെഷൻസിൽ ഇന്ന് കുറെ ഇറ്റ്സ് ഓരോരോ കേസ് അവർ പ്രസന്റ് ചെയ്യുന്നത് ഇറ്റ്സ് ഹാർഡ്ലി 10 minutes or 5 minutes, 10 minutes മാക്സിമം. അതിന്റെ ഇറ്റ് ഡസന്റ് ഗോ മോർ ദാൻ ദാറ്റ് ബിക്കോസ് പെർ ഡേ ഓരോരോ ഈ ഇങ്ങനത്തെ ഈ ചെറിയ ഈ സെഷൻസ് കോർട്ട് എന്ന് പറയുന്ന, I don't know, or am I wrong? Was this sessions court? No, I think this was a district court that they showed on the camera on the screen. ഞാൻ പോയത് ചെറിയ ഈ സെഷൻസ് കോർട്ടില് ഒരുപാട് കേസ് ഉണ്ടാവും ഒരു ദിവസം തന്നെ എടുക്കാൻ. They have easily more than 100-200 cases. I may be wrong, I may not be wrong. പക്ഷെ ഓരോരോ കേസ് they have to finish it quickly. അപ്പൊ ഓരോരോ ലോയർ വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് how they are, ജഡ്ജ് വരുന്ന മുമ്പ് ഹായ് ഹൗ യു, your dress is nice, പറഞ്ഞ് they are friends. ഞാൻ ഇന്ന് ഇത് കഴിച്ചു, ഇന്നലെ നമ്മൾ ഇത് പോയില്ലേ, ഇറ്റ് സോ നൈസ്, അത് ഇത് ഹഹ ഹിഹി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് ജഡ്ജ് വന്നിട്ട് they are so ആജന്മ ശത്രുക്കളെ പോലെ പിന്നെ നിങ്ങൾ പറയുന്നത് ഇത് തെറ്റാണ്, ഇത് ഇങ്ങനെയാണ്. എന്താ പറയാ, സോ അഗ്രസീവ് ഓൺ കോർട്ട് ദാറ്റ് അവരുടെ പോയിന്റ് അവർ എത്രത്തോളം അവർ പ്രൂവ് ചെയ്യുന്നു അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ഇപ്പൊ മാം ഒരു അഡ്വക്കേറ്റ് ആണ് എങ്കിൽ ഇതിൽ ആരുടെ അഡ്വക്കേറ്റ് ആയിട്ട് വരും ശരിക്കും ഇൻ റിയൽ ലൈഫ്? ഇപ്പൊ ഇഫ് യു ആർ എ ലോയർ, അപ്പൊ ആരുടെ അഡ്വക്കേറ്റ് ആയിട്ട് വരാനായിരിക്കും താല്പര്യം ഉണ്ടാവുക? സി ഇറ്റ് ഇസ് നോട്ട് ഓക്കെ. ഈ ഒരു കേസ് അല്ലാതെ ജനറലി ഇഫ് യു ആർ ആസ്കിങ്, it depends because ipo chalappam we can be a defense lawyer, we can be a prosecutor, so it actually depends. Namak angane idonnum parayan pattilla. പക്ഷെ yes, ee case il I would have loved to be a prosecutor as well. പക്ഷെ ജിത്തു sir wanted me to be a defense lawyer. Okay, അപ്പൊ എന്താണെങ്കിലും നേരിൽ ഞങ്ങള് ഭയങ്കരമായിട്ട് ആ ഒരു ക്യാരക്ടർ ശരിക്കും ഈ പറഞ്ഞതുപോലെ ലാസ്റ്റ് വന്നിട്ട് ലാലേട്ടന്റെ ആ ഒരു ക്യാരക്ടറിന് ഒരു അപ്രിസിയേഷൻ ഒക്കെ കൊടുത്തിട്ട് പോകുന്നതാണെങ്കിലും എല്ലാം ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും പക്ക ഒരു അഡ്വക്കേറ്റിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്യാരക്ടറും. അതുപോലെ ഒരുപാട് ഗ്യാപ്പ് എടുക്കരുത്. വി ലവ് ടു സീ ഇൻ മലയാളം ഫിലിംസ്. 100%. തീർച്ചയായിട്ടും പ്ലീസ് മാനിഫെസ്റ്റ്, പ്ലീസ് പ്രേ ദാറ്റ് ഇപ്പൊ നേരെ റിലീസായി, പീപ്പിൾ ഹാവ് സീൻ മീ, ദേ ലൈക്കിംഗ് ദ വർക്ക്. തീർച്ചയായിട്ടും ഐ എം ഹോപ്പിംഗ്, ഐ എം പ്രേയിങ് ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് ഐ ഗെറ്റ് മോർ മലയാളം. Definitely, ma'am. And thank you so much for your time. And wishing you a very, very, very happy New Year in advance. Thank you. Wishing you and all the viewers of Behind Woods a very happy New Year. Thank you so much, ma'am, for your time. Thank you so much. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും. പ്രഭാസ്, പൃഥ്വിരാജ്, ശ്രുതി ഹാസൻ എന്നിവരെ അണിനിരത്തി ഹോംബാല ഫിലിംസിന്റെ പ്രശാന്തിയിൽ ചിത്രം സലാർ ഡിസംബർ 22 വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നു.